ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര പരക്കാട് ചെക്ക് ഡാം നാശത്തിന്റെ വക്കിലാണെന്ന് പരാതി. അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഈ ചെക്ക് ഡാമിനെ സംരക്ഷിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. പരക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ ഏക ജലസ്രോതസ്സായ ഈ തടയണ ചേലക്കര പഞ്ചായത്ത്, കൃഷി വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവരുടെ ഏകോപനമില്ലാത്ത പ്രവർത്തികൾ മൂലം നാശത്തിന്റെ വക്കിലാണ് എന്നാണ് പരാതിയുള്ളത്. ചേലക്കര, പാഞ്ഞാൾ പഞ്ചായത്തുകളിലെ 600 ഹെക്ടറിലധികം നെൽകൃഷിക്കും സമീപത്തെ വീടുകളിലെ കിണറുകളിൽ കുടിവെള്ളത്തിനായും ഈ തടയണയിലെ ജലമാണ് ഉപയോഗിക്കുന്നത്. തടയണയിൽ നിന്നും ഉത്ഭവിക്കുന്ന കനാൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 സ്ഥലങ്ങളിൽ പൊട്ടിയിരിക്കുന്നതിനാൽ വെങ്ങാനെല്ലൂർ പ്രദേശത്തേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുകയും 2010 മുതൽ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെയും ജനപ്രതിനിധികളെയും അറിയിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും തടയണയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പ്രവൃത്തിയും നാളിതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും ആരോപണമുയരുന്നുണ്ട്. ഈ തോട്ടുവരമ്പ് പൊട്ടിയ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ പരിസരവാസികൾ, ഇവിടുത്തെ കൃഷിക്കാർ എല്ലാവരും ഒരുപാട് തവണ പറയുന്നു, കൊണ്ടുവന്ന് കാണിക്കലും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ മറ്റേ വാർഡ് മെമ്പർമാരെയും എല്ലാം കൊണ്ടുവന്ന് കാണിക്കലും എല്ലാം സംസാരിക്കലും, ഈവൻ നമ്മൾ ഗ്രാമസഭയിൽ വരെ പറഞ്ഞിട്ടാണ്. ഈ 5-ാം വാർഡ് ഗ്രാമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, 2-ാം വാർഡ് ഗ്രാമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാമെന്നും ആൾക്കാർ വരവും നോക്കലും അന്വേഷണവും മറ്റേ എല്ലാം നടത്തലും കാര്യം ഉണ്ടായി. പക്ഷേ ഒന്നും കാര്യമായിട്ടും ചെയ്തിട്ടില്ല. ആകെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അടുക്കി വയ്ക്കും. അത് അടുക്കി വയ്ക്കുമ്പോഴേ പറഞ്ഞു ഇത് നിൽക്കില്ല. ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി അതിന് വേണ്ട നടപടികൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. കനാലിൽ നിന്നും പൊട്ടിയൊലിച്ചു പോകുന്ന വെള്ളവും കല്ലും മണലും മൂലം ഡാമിന്റെ സമീപത്തുള്ള കർഷകർക്ക് കൃഷി ചെയ്യുവാൻ കഴിയുന്നില്ല എന്നും കർഷകർ പറയുന്നു. ഈ ഭാഗത്തൂടെ പോയിട്ട് നാട്ടുകാരെ കൃഷി സ്ഥലങ്ങൾ ഇവിടെ നശിച്ചു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഡാം 2007 അങ്ങോട്ട് കമ്മീഷൻ ചെയ്തതാണ്. അതിനുശേഷം അതിൻ്റെ പിതൃത്വത്തിനെ പറ്റി ആർക്കും ഒരു ഉറപ്പില്ല. കൃഷി വകുപ്പ് പറയുന്നത് ഞങ്ങളുടെ ഭൂമി, പഞ്ചായത്തിൽ ഹാൻഡ് ഓവർ ചെയ്ത് പഞ്ചായത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഭൂമിയാണ്, അല്ലെങ്കിൽ തോടാണ്, കനാലാണ്. അവർക്ക് അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല, അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതെങ്ങനെ വന്നു, ആര് ചെയ്തു. പാടശേഖര സമിതിയായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ KR ഗൗരിയമ്മ മന്ത്രിയായിരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഫണ്ട് കൊണ്ടുവന്ന് ചെയ്ത കാര്യമാണ്. അതിനെപ്പറ്റി അവർ ഇപ്പോഴും പറയുന്നത് അതിൻ്റെ കീ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് എന്നാണ് പാടശേഖര സമിതിക്കാരൻ പറയുന്നത്. പക്ഷേ അവർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഡാമിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തുള്ള 2 കിലോമീറ്ററിലുള്ള വീടുകളിലെ കിണറുകളിൽ വെള്ളം വരുന്ന കുടിവെള്ളം. ഇത് വളരെയധികം വരൾച്ച ബാധിത പ്രദേശമാണ്. കുഴൽക്കിണർ അടിച്ചാൽ പോലും വെള്ളം കിട്ടില്ല. ഈ വെള്ളം നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയ തോതിലെങ്കിലും ഇവിടെ കുടിവെള്ളം കിട്ടുന്നത്. ഇത് ശരിയായ രീതിയിൽ ഈ ഡാം മെയിൻറ്റെയിൻ ചെയ്തില്ല. ഡാം അങ്ങേയറ്റം നാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. 4 ഭാഗത്തും കോറികളാണ് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. അത് ഡാമിനെ കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആകപ്പാടുള്ളൊരു ജലസ്രോതസ്സാണ്. അത് മലിനീകരണം, അതുപോലെ തന്നെ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഇവിടുന്ന് പാഞ്ഞാൾ പഞ്ചായത്ത് വരെ 600-650 ഹെക്ടർ കൃഷിഭൂമി നെൽകൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കനാലും ഡാമെല്ലാം ഉണ്ടാക്കിയത്. കഴിഞ്ഞ 1 മാസമായി പഞ്ചായത്ത് വെള്ളമൊഴുക്കാത്ത കനാലിന് കയർ വിരിച്ച് ഭിത്തികൾ ഉറപ്പിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും, എന്നാൽ കനാലിന്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും 1 കിലോമീറ്ററിനുള്ളിലുള്ള ചോർച്ചകൾ അടയ്ക്കാതെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ കനാലിൽ ഭിത്തികൾ ബലപ്പെടുത്തുന്നതിലൂടെ ജനങ്ങളുടെ നികുതി പണം ദുർവിനിയോഗം ചെയ്യുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത് എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഒരു 200-250 മീറ്റർ മാറിയിട്ടാണ് ഈ തോടിൻ്റെ ഏറ്റവും വലിയ പൊട്ടൽ നടന്നിരിക്കുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം അവിടെയുള്ള കൃഷിഭൂമിക്കയിൽ പോയി അവിടുത്തെ കൃഷി ആ ഭൂമിയെല്ലാം നശിച്ച് ആർക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി ഒരു തരിശ് ഭൂമിയായി മാറി എന്ന് പറയാം. 10-20 കൊല്ലം കൊണ്ട്. കാരണം അത് പൊട്ടിയിട്ട് 10-20 കൊല്ലമായി. 10-20 കൊല്ലം കൊണ്ട് ആ ലെവലായി കിട്ടി. ആ പൊട്ടിയോടത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്നില്ല. ആ ഭാഗത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ വലയെല്ലാം വിരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. വെള്ളം വരാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്ത്. ആ പ്രശ്നം തീർത്തിട്ട് വേണ്ട വെള്ളം കൂടെ എത്താൻ. പ്രധാന പ്രശ്നങ്ങളെ അവതരിപ്പിക്കേണ്ട, പ്രധാന പ്രശ്നങ്ങളെ തീർക്കേണ്ട, അതിന് പരിഹാരം കാണാണ്ട് ഈ കാണിക്കുന്ന ഈ ചെപ്പടി വിദ്യ ഗിമ്മിക്കുകൾ കൊണ്ട് ഒരു ഗുണമില്ല. മാത്രമല്ല സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ
നികുതി കൊടുക്കുന്നതിൻ്റെ നികുതിദായകൻ്റെ പൈസ ഇങ്ങനെ വെറുതെ എന്താ പറയുക പാഴാക്കി കളയുമ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അധികാരികളുടെ മുമ്പിലും അധികാരികൾ കണ്ണു തുറക്കണം, കാണണം, നടപടികളെടുക്കണം. ഞങ്ങൾക്ക് പറയാൻ അധികാരികളോട് മാത്രമേ ഉള്ളൂ. കൂടാതെ തടയണയുടെ 200-400 മീറ്റർ ക്വാറികൾ പ്രവർത്തനം തുടങ്ങിയാൽ അത് തടയണയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്നും ജനങ്ങൾ പറയുന്നു. ജനങ്ങൾ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്ന ഈ തടയണയും കനാലും ശരിയായ രീതിയിൽ സംരക്ഷിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികളോട് ഒരേ ഒരു അപേക്ഷയുള്ളൂ. എത്രയും പെട്ടെന്ന് ഈ കനാലൊന്ന് നേരാക്കി ഇതിൻ്റെ ശരിയായ ഉപഭോക്താക്കളായ നെൽകൃഷിക്കാർക്ക് ഈ വെള്ളം എത്തിച്ചു കൊടുക്കണം. അതേപോലെ ആ ഡാമിനെ സംരക്ഷിക്കണം. ആ ജലസ്രോതസ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ തരിശു ഭൂമിയായി മാറും. അല്ലെങ്കിൽ വരൾച്ച ഉള്ള കാലത്ത് വെള്ളം കിട്ടാത്ത ഭൂമിയാണിത്. 600-650 അടി താഴ്ചയിൽ കുഴൽക്കിണർ അടിച്ചിട്ട് പോലും വെള്ളമില്ലാത്ത ഭൂമിയാണ്. ടാങ്കർ വെള്ളമാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു ജലസ്രോതസ് ഉള്ളതിനെ ശരിയായ രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഭാഗം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കിട്ടും. അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഈ സ്ഥലം വിട്ട് ഓടേണ്ടി വരും. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.